കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ വി.ഡി. സതീശൻ ആദ്യം ചെയ്തത് UDFന്റെ കരുത്തായ മുസ്ലിം ലീഗിനോടുള്ള കടപ്പാട് അറിയിക്കുക എന്നതായിരുന്നു. പ്രഖ്യാപനം വന്നയുടൻ തന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ചത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ്. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തന്റെ യാത്രയിൽ ലീഗ് നൽകിയ ഉറച്ച പിന്തുണയ്ക്കും പാറ പോലെ കൂടെ നിന്ന നിലപാടിനും സതീശൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. കേരളത്തിന്റെ അമരക്കാരനായി സതീശൻ എത്തുമ്പോൾ ഇത് ടീം UDFന്റെ വിജയമാണെന്ന സന്ദേശമാണ് പാണക്കാട്ടേക്കുള്ള ഈ ആദ്യ ഫോൺ വിളിയും ലീഗിന്റെ ആവേശകരമായ പ്രതികരണവും നൽകുന്നത്. മാധ്യമമാണ് ആദ്യമായി പാണക്കാട് തങ്ങളെയാണ് വിളിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്തത്. 11 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്കും ഡൽഹിയിലെ രാഷ്ട്രീയ വടംവലികൾക്കും വിരാമമിട്ടുകൊണ്ടാണ് വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മേൽ സതീശന് മുൻഗണന ലഭിച്ചതിൽ ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമായി. ദീർഘകാലമായി കോൺഗ്രസിന് ലഭിക്കാത്ത വലിയ ഭൂരിപക്ഷം 2026 നേടിക്കൊടുത്തതിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള സതീശന്റെ പോരാട്ടവീര്യം ലീഗ് നേരത്തെ തന്നെ ശരിവച്ചിരുന്നു. കേരളത്തിന്റെ പുതിയ അമരക്കാരന് ഹൃദയപൂർവ്വം ആശംസകൾ എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ പുതിയ നേതൃമാറ്റത്തോടുള്ള മുന്നണിയുടെ പൂർണ്ണ ഐക്യദാർഢ്യമാണ്. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിൽ തങ്ങൾക്ക് പരിപൂർണ സംതൃപ്തിയുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് ജനാധിപത്യപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് തീരുമാനമെടുത്തതെന്നും ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയിരുന്നുവെന്നും തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സതീശൻ എപ്പോഴും ഉയർത്തിപ്പിടിച്ച ടീം UDF എന്ന ശൈലി തന്നെയായിരിക്കും അടുത്ത 5 വർഷം കേരളം ഭരിക്കുക എന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. കേരള ജനത ആഗ്രഹിച്ച മാറ്റമാണ് ഇതിലൂടെ ഉണ്ടായതെന്ന് ലീഗ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ജനവികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റേതെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. UDF യോഗം ഉടൻ ചേരുമെന്നും ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെയും മുന്നണിയെയും കൈപിടിച്ചുയർത്തിയ നായകൻ തന്നെ ഭരണത്തലവനാകണമെന്ന ലീഗിന്റെ കടുത്ത നിലപാടാണ് സതീശന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി സുഗമമാക്കിയത്. ഡൽഹി ലോബിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും മുന്നണി ബന്ധത്തിന് വിള്ളൽ വീഴാതെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് UDF അണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശനിയാഴ്ചയോടെ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം സത്യപ്രതിജ്ഞാ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. KC വേണുഗോപാലിനെ പോലെയുള്ള അതികായന്മാരെ മറികടന്ന് സതീശൻ ഈ പദവിയിലെത്തുമ്പോൾ അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് മുന്നണിയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സതീശന്റെ നായകത്വത്തിൽ കേരളം പുതിയൊരു ഭരണക്രമത്തിലേക്ക് മാറുന്നത് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.